ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. വാട്ട് ആർ ദ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സിംബോളിക് കോൺസ്റ്റൻറ്റ് യൂസ് എന്താണ്? ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് റിപ്പീറ്റഡ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് എ കണ്ടീഷണൽ ഓപ്പറേറ്ററും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് ഓപ്പറേറ്റർ കോമ കൊണ്ടുള്ള ഡിഫറെൻറ്റ് യൂസസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് കോമ? നമ്മൾ സാധാരണ സെപ്പറേറ്ററായിട്ട് മാത്രമാണ് കോമ യൂസ് ചെയ്യുക. അതല്ലാതെ വേറെ എന്താ യൂസ് എന്ന് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കും പറയാനറിയില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾ അറിയാണ്ടിരിക്കും. അപ്പോൾ ഒരു യൂസ് എന്തായാലും സെപ്പറേറ്റർ എന്നുള്ളതാണ് ഒരു യൂസ്. ഓക്കെ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓഫ് ലൂപ്പ് ഇൻ സി. സിയിൽ ലൂപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുക? സ്കിപ്പ് ചെയ്ത് പോകാൻ എന്താ? ബ്രേക്കല്ലേ നമ്മൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അടുത്തത് മെൻഷൻ ദ സ്ട്രിങ് ഫങ്ഷൻ ടു കൺകാനേറ്റ് സ്ട്രിങ്. കൺകാനേറ്റ് STRCAT അല്ലേ? വാട്ട് ആർ അറേസ് എന്താണ്? ഇസ് എ ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് സെയിം elements. It is a homogeneous collection of same elements having homogeneous collection of elements having സെയിം ഡാറ്റ ടൈപ്പ്. ഹോമോജീനിയസ് എന്ന് പറയുന്നത് സെയിം ഡാറ്റ ടൈപ്പിൻ്റെ അണ്ടറിൽ വരുന്ന കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഹാവിങ് ഹോമോജീനിയസ് ഡാറ്റ ടൈപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ വേരിയബിൾ കണ്ടെയ്ൻസ് ദി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ അല്ലേ? ഹൗ ടു ക്ലോസ് എ ഡാറ്റ ഫയൽ ഇൻ എ സിയിലെ ഡാറ്റ ഫയൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക? ക്ലോസ് ഓഫ് എന്ന് വെച്ചിട്ട് FP അല്ലെങ്കിൽ ക്ലോസ് ഓഫ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യാറ്. ഓക്കെ. അടുത്തത് വാട്ട് ഈസ് എ വേരിയബിൾ? എന്താണ് ഒരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി അലോക്കേറ്ററാണ്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐഡൻറ്റിഫയറാണ് വേരിയബിൾ. അതിനെക്കുറിച്ച് എഴുതുക. റൂൾസ് ഫോർ ഐഡൻറ്റിഫൈയിങ് വേരിയബിൾസ് ആൻഡ് ഹൗ ടു ഡിക്ലെയറിങ് ഇനീഷ്യലൈസിങ് വേരിയബിൾസ്. എന്തൊക്കെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴുള്ള റൂൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് റൂൾസ് എന്തൊക്കെയാണെന്ന് അറിയാലോ. 4 റൂൾസ് എഴുതുക. എക്സ്പ്ലെയിൻ എലമെൻറ്റ്സ് എക്സ്പ്ലെയിൻ എൽസിഫ് ലാഡർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ എൽസിഫ് ലാഡർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ പറയുമ്പോൾ ആദ്യം അതിൻ്റെ സിൻടാക്സ് എഴുതുക. എൽസിഫിൻ്റെ സിൻടാക്സ് ആദ്യം എഴുതുക. അതിനുശേഷം ഒരു സിമ്പിൾ പ്രോഗ്രാം എഴുതുക. എൽസിഫ് ലാഡർ വരുന്ന സിമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്റ്റുഡൻറ്റ് മാർക്ക് ലിസ്റ്റൊക്കെയാണ്. സ്റ്റുഡൻറ്റ് മാർക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ പാസ്, അല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റം വേണമെങ്കിൽ കൊടുക്കാം. ഗ്രേറ്റർ ദാൻ 40 ആണെങ്കിൽ പാസ്സാണ്. അതിനകത്ത് അത് നെസ്റ്റഡ് ഇഫാണ് വരിക. എൽസിഫ് ലാഡറിൽ എന്താ വരിക? എൽസിഫ് ലാഡറിലും കൊടുക്കാമല്ലോ. എന്താ പറയുക, 100-നും 80-നും 100-നും ഇടയ്ക്കാണെങ്കിൽ എ ഗ്രേഡ്, അതല്ലെങ്കിൽ എൽസിഫ് 70-നും 79-നും ഇടയ്ക്കാണെങ്കിൽ ബി ഗ്രേഡ്. അങ്ങനത്തെ പറഞ്ഞ് ഗ്രേഡിംഗ് സിസ്റ്റം വേണമെങ്കിൽ കൊടുത്തിട്ട് ഒരു എൽസിഫ് ലാഡർ വയ്ക്കാം, പ്രോഗ്രാം എഴുതാം. എന്നിട്ട് അതിനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ഓർ നോട്ട്. 9 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് നമ്മൾ 3 കൊണ്ട് 2 കൊണ്ടൊക്കെ ചെയ്യില്ലേ, ഈവൻ നമ്പറാണോ ഓഡ് നമ്പറാണോ എന്നൊക്കെ ചെക്ക് ചെയ്യില്ലേ, അതേപോലെ 9 കൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അതുപോലത്തെ റൂൾ അപ്ലൈ ചെയ്യുക. ഈവൻ നമ്പറാണോ ചോദിക്കുമ്പോൾ എനി നമ്പർ മോഡ് 2 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഈവൻ നമ്പർ അല്ലേ. അതുപോലെ എനി നമ്പർ മോഡ് 9 ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. അടുത്തത് ഡിസ്കസ് ദി ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് ഗെറ്റ് കെയർ ആൻഡ് സ്കാൻഎഫ് ഫങ്ഷൻസ് ഫോർ റീഡിങ് സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ ഗെറ്റ് കെയറും സ്കാൻഎഫ് ഉപയോഗിക്കുന്നതിനുള്ള ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് കേട്ടോ. ഈ 2 ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും നമ്മൾ പ്രതീക്ഷിക്കില്ല എങ്ങനെയൊക്കെ ചോദിക്കുമെന്ന്.
ഓക്കെ, ഗെറ്റ് കെയർ എന്ന് പറയുമ്പോൾ ഗെറ്റ് കെയർ സിംഗിൾ ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത്. സ്കാനഫ് ആകുമ്പോൾ സ്കാനഫിൽ പെർസെൻറ്റേജ് എസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ലിമിറ്റിനപ്പുറം സ്ട്രിങ്സ് ഗെറ്റ് ചെയ്യാനുള്ള കോംപ്ലിക്കേഷൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഗാർബേജ് വാല്യൂസ് വരും എന്നാണ് തോന്നുന്നത്. അതിന് വേറെ സ്ട്രിങ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിങ് ഡോട്ട് ടച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ഡിഫറൻഷിയേറ്റ് സ്ട്രക്ചർ ആൻഡ് യൂണിയൻ. ഡിഫറൻഷിയേറ്റ് സ്ട്രക്ചറും യൂണിയൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് രണ്ടിനെയും സിൻടാക്സ് ആദ്യം എഴുതുക. ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരു പേജിനെ രണ്ടായി ഡിവൈഡ് ചെയ്തുകൊണ്ട് വേണം എപ്പോഴും എഴുതാൻ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകം ചോദിക്കുമ്പോൾ എപ്പോഴും ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേജിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗത്ത് സ്ട്രക്ചറും ഒരു ഭാഗത്ത് യൂണിയനും എഴുതി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എഴുതുക. ഫസ്റ്റ് അതിൻ്റെ സിൻടാക്സ് എഴുതുക, അല്ലെങ്കിൽ വാട്ട് ഈസ് എ സ്ട്രക്ചർ എന്നുള്ളത് ഫസ്റ്റ് പോയിൻ്റ് എഴുതുക, അപ്പുറത്ത് വാട്ട് ഈസ് എ യൂണിയൻ എന്നുള്ളത് ഫസ്റ്റ് പോയിൻ്റ് എഴുതുക. അതേപോലെ സെക്കൻഡ് പോയിന്റിൽ അതിൻ്റെ സിൻടാക്സ് കൊടുക്കുക, അപ്പുറത്ത് മറ്റേ കോളത്തിൽ യൂണിയൻ്റെ സിൻടാക്സ് കൊടുക്കുക. തേർഡ് കോളത്തിൽ പിന്നെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ബാക്കി എക്സ്പ്ലനേഷൻസും അപ്പുറത്ത് യൂണിയനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിലെ ഡാറ്റാസ് എന്ന് പറയാൻ പാടില്ല കേട്ടോ, സ്ട്രക്ചറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് സ്പേസ് ആവശ്യമാണ്. പക്ഷേ മെമ്മറി അലൊക്കേഷനൊക്കെ സെപ്പറേറ്റ് ആണ് നടക്കുക. യൂണിയനിൽ കോമൺ ആയിട്ടുള്ള സ്പേസിനെ അതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഡാറ്റ ഏതാണോ, ഏറ്റവും ഹയസ്റ്റ് ഡാറ്റ ടൈപ്പ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു സ്പേസ് അലൊക്കേഷൻ. ഇപ്പം നമ്മൾ അതിൽ ഫ്ലോട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് മെമ്മറി അലൊക്കേഷൻ വേണ്ട ഡാറ്റ ടൈപ്പ് വെച്ചെങ്കിൽ ആ ഫ്ലോട്ടിൻ്റെ സ്പേസ് മൊത്തം അത്രയാണ് എടുക്കുക. എന്നിട്ട് അതിനെ ഓരോ പ്രാവശ്യം ഓരോന്ന് അലൊക്കേറ്റ് ചെയ്യുമ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യും. അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ അതിനെ റിമൂവ് ചെയ്യും. ആ ഒരു രീതിയാണ് യൂണിയനിൽ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഡിഫൈൻ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വിത്ത് എൻ എക്സാമ്പിൾ. അപ്പോൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക, അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ വിത്ത് എക്സാമ്പിൾ നമ്മൾ ചെറിയ ഫംഗ്ഷൻ കൊടുക്കുക. വളരെ ചെറിയ എന്തെങ്കിലും ഒരു പ്രോസസ്സ് എക്സും വൈയും ഡിസ്പ്ലേ ചെയ്യുന്ന മാതിരിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്രോഗ്രാം കൊടുത്തിട്ട് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കൊടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, എക്സ്പ്ലെയിൻ ദ യൂസ് ആൻഡ് സിൻടാക്സ് ഓഫ് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് അത് ഫോർ ലൂപ്പ് ആവാം, വൈൽ ലൂപ്പ് ആവാം, ഏത് ലൂപ്പാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, നെസ്റ്റഡ് ലൂപ്പ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം മാർക്കിനനുസരിച്ച്, 2 മാർക്കിനല്ലേ. അപ്പോൾ എന്താണ് നെസ്റ്റഡ് ലൂപ്പ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോറോ വൈലോ ഡു വൈലോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് malloc ഫങ്ഷൻ? അത് നിങ്ങൾക്ക് ഇല്ല തോന്നുന്നു, അത് പ്രീ പ്രോസസ്സേഴ്സിൻ്റെ സൈഡ് വരുന്നതാണ്. malloc റിയലോക്ക് ഒക്കെ അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ, അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ് വിത്ത് എക്സാമ്പിൾ. അത് നമ്മുടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഹാഷ് ഇൻക്ലൂഡ് അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷന് ബിഫോറായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ എൻറ്റയർ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ലോക്കൽ ഡിക്ലറേഷൻ ആകുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ഒരു ലൂപ്പിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ലോക്കൽ ഡിക്ലറേഷൻ പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് പറഞ്ഞത്. ഇനിയും എക്സ്പ്ലനേഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കി പഠിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു പേജിനെ 2 കോളമായി ഡിവൈഡ് ചെയ്തിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ ഫംഗ്ഷൻ നമ്പർ യൂസിങ് റിക്കേർഷൻ. അറിയാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ എക്സ്പ്ലെയിൻ ചെയ്യുക. വിത്ത് സിൻടാക്സ് വേണം, എക്സാമ്പിൾ പ്രോഗ്രാം വേണം കേട്ടോ. വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ്സ് ഇൻ അറേ. അത് നിങ്ങൾക്ക് അറേയിൽ ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ് കാണുന്ന മാതിരി ഒരു പ്രോഗ്രാം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ അറേ ആർ പാസ്ഡ്
പാസ് ടു എ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. അറേ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ക്വസ്റ്റ്യൻ. അതിന് ടെക്സ്റ്റിനകത്ത് സിമ്പിൾ എക്സാമ്പിൾ ഉണ്ടാവും, അത് നോക്കി പഠിച്ചിട്ട് എഴുതാം. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ വേരിയസ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഇതാണ് അരിത്തമെറ്റിക്. അത് വരുന്ന ഓൺ പോയിൻറ്റേഴ്സ്, അത് പോയിൻറ്റേഴ്സിൽ വരുന്ന മാതിരി പ്രോഗ്രാം എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Write a C program to find the sum of the even odd digits of a given numbers. അതായത് ഈവൻ നമ്പറും ഓഡ് നമ്പറിൻ്റെയും സമ്മ് നമ്മൾ ആദ്യം അതിനെ പ്രിൻ്റ് ചെയ്യിക്കുക, ഈവനും ഓടും പ്രിൻ്റ് ചെയ്യിക്കുക, എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യുന്ന മാതിരി ചെയ്യാം. ഓക്കെ. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അറേ ഓഫ് സ്ട്രക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. അത് ചോദിക്കാതിരിക്കാം, പക്ഷേ അത് അധികം ചോദിച്ചാൽ കണ്ടിട്ടുള്ളത്. റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 1 second to time given in the format സ്ട്രക്ചറിൽ ഇങ്ങനെ ഡിസ്പ്ലേ തരുന്ന മാതിരി ചെയ്യാനാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടോ എന്നൊരു സംശയമുണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ. write a switch statement between write a switch statement better than multiple if statements. when a switch statement better എപ്പോഴാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിപ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനേക്കാളും ബെറ്റർ ആവുന്നത്? ഇതൊക്കെയാണ് അപ്ലിക്കേഷൻ ലെവൽ. നിങ്ങൾ അപ്ലിക്കേഷൻ സ്റ്റുഡൻസ് ആയ കാരണം ഇങ്ങനത്തെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രതീക്ഷിക്കാം. ഓക്കെ. അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ബുക്കിനകത്ത് നിന്ന് അത് കിട്ടാൻ വഴിയില്ല. അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് അങ്ങനത്തേനൊക്കെ ഇത് കിട്ടുള്ളൂ. വാട്ട് ആർ കോൺസ്റ്റൻസ്? ഹൗ ആർ ദേ ക്ലാസിഫൈഡ്? എന്താണ് കോൺസ്റ്റൻസ്? അതിനെങ്ങനെയാണ് ക്ലാസിഫൈഡ് ചെയ്തിരിക്കുന്നത്? സ്ട്രിങ് കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, അങ്ങനെ കോൺസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലാണ് വരിക. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. റൈറ്റ് എ പ്രോഗ്രാം ടു കൺകാനേറ്റ് 2 strings വിത്തൗട്ട് യൂസിങ് ലൈബ്രറി ഫങ്ഷൻസ്. അതായത് നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് ഇല്ലേ, കൺകാൻ, strcmp, strcat, അങ്ങനത്തെ ഫങ്ഷൻ യൂസ് ചെയ്യാതെ 2 സ്ട്രിങ്സിനെ കൺകാനേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് കൺകാനേറ്റ് ചെയ്യുക. ആ ഒരു ഫസ്റ്റ് സ്ട്രിങ് പ്ലസ് സെക്കൻഡ് സ്ട്രിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കാണിക്കും. ഡിഫൈൻ അറേ, ക്യാരക്ടർ അറേ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്യാരക്ടർ അറേ? എന്താണ് ക്യാരക്ടർ അറേയുടെ യൂസ്? ഇതാണ് അടുത്തത്. റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 2 metrics using user defined function. അതിന് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മെട്രിക്സിൻ്റെ സമ്മ് കാണണം, അത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യണം. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ മെട്രിക്സിൻ്റെ അഡീഷൻ? റൈറ്റ് എ C program to perform simple arithmetic calculation. നെസ്റ്റഡ് ഇഫ് വെച്ചിട്ട് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് എളുപ്പമാണ്. വാട്ട് ഡു യു മീൻ ബൈ പ്രസിഡൻസ് ഓഫ് ഓപ്പറേറ്റർ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. രണ്ടാമത്തെ യൂണിറ്റിൽ അങ്ങോട്ട് വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ? ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷനും യൂസർ ഡിഫൈൻ ഫംഗ്ഷനുമാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡെവലപ്പേഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതും, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അടുത്തത് എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് പോയിൻറ്റേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. റൈറ്റ് എ C program to search a number in an array and display its position. C program to search a number in an array and display its position. അത് നിങ്ങൾക്ക് അറേയിൽ നമ്പർ ഉണ്ടോയെന്നറിയില്ല, നിങ്ങളുടെ പ്രോഗ്രാം ലിസ്റ്റിൽ ഉണ്ടോയെന്നറിയില്ല. ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. ബാലഗുരുസ്വാമിയുടെ ടെക്സ്റ്റാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൽ ഈ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ. ഇത്രയാണ് ഇപ്പോൾ ഈ എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതേപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളത് നിങ്ങൾ നന്നായി നോക്കുക, നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും.